ഒടുവിൽ നടൻ ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് പ്രതികരണവുമായി വീഡിയോയിൽ എത്തിയിരിക്കുന്നു. ബാല ഈ അടുത്തായി നിരന്തരം അമൃതയെ മോശമാക്കിക്കൊണ്ടുള്ള വീഡിയോകളും സംസാരവും നടത്തിയിരുന്നു. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി പരിപാടിയിൽ വെച്ചാണ് ബാലയും അമൃതയും കാണുന്നത്. പിന്നീട് പ്രണയമായി ഇരുവരും 2010 ആണ് വിവാഹിതരായത്. 2019 ഡിസംബറിൽ ഇവർ നിയമപരമായി വിവാഹമോചനം നേടി. ഇവർക്ക് ഒരു മകളാണുള്ളത്. അമൃതയോടൊപ്പമാണ് മകൾ ഇപ്പോൾ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം മകൾ അച്ഛനെതിരെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അമൃത പ്രതികരണവുമായി എത്തിയത്. താൻ ഇത്രയും വർഷക്കാലം അനുഭവിച്ച വേദനകളും പീഡനങ്ങളും അമൃത ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. താനുമായി ബാലയുടെ 2ാം വിവാഹമാണ് നടന്നതെന്ന വെളിപ്പെടുത്തലും അമൃത നടത്തി. ചന്ദന സദാശിവ റെഡ്ഡി ആണ് ബാലയുടെ ആദ്യ ഭാര്യ എന്നാണ് അമൃത സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ചന്ദനയും ബാലയുമായുള്ള വിവാഹമോചന കത്തും അമൃത പുറത്തുവിട്ടു. ബാംഗ്ലൂർ സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡിയാർ കന്നഡ നടിയാണ്. അമൃതയുമായി പ്രണയത്തിലാകുന്നതിന് മുമ്പുമാണ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ചന്ദനയെ ബാല വിവാഹം കഴിച്ചത്. ഒരു കന്നഡ സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ആ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. പക്ഷേ ആ ദാമ്പത്യം അധികകാലം മുന്നോട്ട് പോയി. ബാലയിൽ നിന്നും രക്ഷ നേടാൻ ചന്ദന വിവാഹമോചനത്തിനൊരുങ്ങി. എന്നാൽ ബാല അതിന് തയ്യാറായില്ല. വിവാഹമോചനം നൽകാൻ താൻ ഒരുക്കമല്ല എന്നായിരുന്നു ബാലയുടെ നിലപാട്. പിന്നീട് അമൃതയുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ബാല തന്നെ മുൻകൈയെടുത്ത് ഡിവോഴ്സിന് തയ്യാറായി. 2018 വിവാഹമോചന കത്ത് കോടതിയിൽ സമർപ്പിച്ചു. പ്രണയിക്കുന്ന കാലത്ത് അമൃതയ്ക്ക് ഈ വിവരമൊന്നും തന്നെ അറിയുമായിരുന്നില്ല. അമൃതയുടെ അച്ഛൻ സുരേഷിൻ്റെ സുഹൃത്തായ രാജാമണി അങ്കിൾ വഴിയാണ് ഈ കാര്യം അമൃത അറിയുന്നത്. ഈ വിവരം അറിഞ്ഞതോടെ അമൃതയുടെ അച്ഛനും അമ്മയും വിവാഹത്തെ എതിർത്തു. എന്നാൽ അമൃത ബാലയെ തന്നെ വിവാഹം കഴിക്കണമെന്ന വാശിയിലായിരുന്നു. ഒടുവിൽ അമൃതയുടെ ഇഷ്ടത്തിന് കുടുംബം വഴങ്ങി. മകളുടെ വിവാഹം നടത്താനും സ്വർണം വാങ്ങാനും സ്വന്തം വീട് വിറ്റാണ് സുരേഷ് പണം കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് ആദ്യകാലത്ത് സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നു ഇരുവരുടെയും. മകളുടെ ജനനത്തോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ബാല അമൃതയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. അക്കാലത്ത് പലപ്പോഴും അടിയും ചവിട്ടുമേറ്റ് ചോര തുപ്പി അമൃതയ്ക്ക് മുറിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ സ്വന്തം വീട്ടിൽ അമൃത പറഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ എതിർത്തിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത വിവാഹമായിരുന്നതിനാൽ അമൃത എല്ലാം സഹിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി ബാലയുടെ ആക്രമണം സഹിക്കാൻ കഴിയാതെയാണ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നിലയിൽ മകളെയും എടുത്ത് അമൃത ആ വീട് വിട്ട് ഇറങ്ങിയത്. സ്വന്തം വാഹനം പോലും എടുക്കാതെയായിരുന്നു അമൃത അന്ന് ഇറങ്ങിപ്പോന്നത്. പിന്നീട് നിരവധി വർഷങ്ങളോളം അമൃത ചികിത്സയിലായിരുന്നു. അടിവയറ്റിലിട്ട ചവിട്ട് കാരണം നിലക്കാത്ത ബ്ലീഡിംഗ് ആണ് അമൃതയ്ക്ക് ഉണ്ടായിരുന്നത്. ദേഹത്ത് നിരവധി മുറിവുകളും ഉണ്ടായിരുന്നു. ലേസർ ചികിത്സ നടത്തിയാണ് ആ പാടുകൾ പിന്നീട് അമൃത മാറ്റിയത്. ഇപ്പോഴും അമൃത നെഞ്ചുവേദനയ്ക്ക് ചികിത്സയിലാണ്. അമൃതയുടെ ജീവിതകഥ കേട്ട ആരാധകർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.